أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ 159 വചനം. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിശ്ചയമായും സഫായും മർവായും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടവയാണ്. അതുകൊണ്ട് വല്ലവനും ആ കഅബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്നുവെങ്കിൽ അപ്പോൾ അവയ്ക്കിടയിൽ പ്രദക്ഷിണം ചെയ്യുന്നതിൽ അവന് കുറ്റമൊന്നുമില്ല. ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനെ വിലമതിക്കുന്നവനും എല്ലാം നന്നായി അറിയുന്നവനുമാകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദുന ഹദ്റത്ത് മുസ്ലിഹ് മഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സഫ മർവ ഈ രണ്ട് മലകളും തീർച്ചയായും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടവയാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെയും സമയത്ത് കഅബയുടെ തവാഫിന് ശേഷം ഇവയുടെ ഇടയിൽ സഅയ് നടത്തുന്നു അഥവാ ഓടുന്നു. 7 പ്രാവശ്യം അപ്രകാരം ചെയ്യുന്നു. സഫയിൽ തുടങ്ങി മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കുമാണ് സഅയ് നടത്തുന്നത്. ഈ സഅയ് ഹദ്റത്ത് ഹാജറ, ഹദ്റത്ത് ഇസ്മായിൽ അലൈഹിമസ്സലാമയുടെ ഓർമ്മക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുന്നുകൾ അള്ളാഹുവിൻ്റെ വലിയ ഒരു അടയാളമാണ്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് തൻ്റെ പത്നിയെയും മകനെയും ആൾത്താമസമില്ലാത്ത വെള്ളവും ഭക്ഷണവും ലഭിക്കാത്ത പ്രദേശത്ത് വിട്ടേച്ചു വരാൻ അള്ളാഹു കൽപ്പന നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവരെ കഅബയുടെ സമീപ പ്രദേശത്ത് താമസിപ്പിച്ചു. അവിടെ വെള്ളമോ പുല്ലോ ചെടികളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു തുകൽ സഞ്ചിയിൽ അല്പം വെള്ളവും ഒരു സഞ്ചി കാരക്കയുമാണ് അവർക്ക് നൽകിയത്. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്തുകൊണ്ട് ആ പ്രദേശത്ത് നിന്നും യാത്രയായി. ഹദ്റത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹം കൊണ്ട് പിടഞ്ഞപ്പോൾ ഹദ്റത്ത് ഹാജറ അലൈഹിസ്സലാം സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും ഓടിക്കയറിക്കൊണ്ട് ആരെങ്കിലും ആ പ്രദേശത്തുകൂടെ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആരെങ്കിലും വരികയാണെങ്കിൽ അവരിൽ നിന്നും സഹായം ആവശ്യപ്പെടാമല്ലോ എന്ന ഉദ്ദേശത്താൽ. എന്നാൽ ആരെയും കാണാൻ സാധിച്ചില്ല. അവസാനം മർവയുടെ മുകളിൽ നിൽക്കെ ഒരു വിളി കേട്ടു. എന്നാൽ ആരെയും കണ്ടില്ല. ഉടൻ ഹദ്റത്ത് ഹാജറ അലൈഹിസ്സലാം ശബ്ദം കേട്ട ദിക്കിലേക്ക് വിളിച്ചു പറഞ്ഞു, താങ്കൾക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കുക. ശബ്ദം കേട്ട ഭാഗത്തു നിന്നും വിളിച്ചു പറയപ്പെട്ടു, പോയി നോക്കുക, ദൈവം ഇസ്മായിലിൻ്റെ കാൽച്ചുവട്ടിൽ നിന്നും ഒരു നീരുറവ ഒഴുക്കിയിരിക്കുന്നു. അവർ നോക്കുമ്പോൾ കാണുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹം കൊണ്ട് പിടഞ്ഞ് കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് വെള്ളം ശക്തിയായി പുറപ്പെടുന്നു. അള്ളാഹു ഹദ്റത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിന് വേണ്ടി ഒഴുക്കിയ ആ നീരുറവയാണ് സംസം കിണർ. ആ നീരുറവ കാരണം അവിടെ പിന്നീട് പുരോഗതി ഉണ്ടാവുകയും ആ സ്ഥലത്തെ അള്ളാഹു ഒരു മഹാപട്ടണമാക്കി മാറ്റുകയും ചെയ്തു. സഫ മർവയെ സ്മരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത് ക്ഷമ കൈക്കൊള്ളുകയും സ്ഥിരചിത്തതയോടുകൂടി ദീനീ സേവനത്തിൽ മുഴുകുകയും ചെയ്യുന്നവരെ അള്ളാഹു ഒരിക്കലും നഷ്ടത്തിലാക്കുകയില്ല എന്നാണ്. ആകാശീയമായ അടയാളങ്ങൾ കാണിക്കുകയും സ്ഥായിയായ ജീവിതവും അസാധാരണമായ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളെയും ദൈവിക അടയാളങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ വചനത്തിൽ ഒരു ഭാഗം ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ,
അവയ്ക്കിടയിൽ പ്രദക്ഷിണം ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല, അല്ലെങ്കിൽ അവയ്ക്കിടയിൽ ഓടുന്നതിൽ, തവാഫ് ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല എന്ന് വന്നിരിക്കുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഹുദൂർ പറയുന്നു, ചില ആളുകൾ സഫ മർവയിൽ പ്രവേശിക്കുന്നത് കുറ്റകരമാണെന്ന് വിചാരിച്ചിരുന്നു. അതിന് മറുപടിയായി അള്ളാഹു പറഞ്ഞു, ലാ ജുനാഹ, യാതൊരു കുറ്റവുമില്ല, അവിടെ തവാഫ് അനുവദനീയമാണ് എന്ന് അർത്ഥം അതിനുണ്ട്. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ എന്നതിനെ സംബന്ധിച്ച് പറയുന്നു, അൻസാറുകളിൽ ചിലർ സഫ മർവ സഈ കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കിയവരായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ അള്ളാഹു ഈ ഖുർആനിക വചനത്തിലൂടെ മറുപടി നൽകിക്കൊണ്ട് ലാ ജുനാഹ, അതിൽ യാതൊരു കുറ്റവുമില്ല എന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരവും സഫ മർവ സഈ സ്ഥാപിതമാണ്. ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ എന്ന ആയത്തിൽ സഫ മർവയ്ക്കിടയിൽ തവാഫ് അനുവദനീയമല്ല എന്ന് പറയുന്നവരുടെ ചിന്തയെ റദ്ദ് ചെയ്യുകയാണ് ഈ ആയത്ത് ചെയ്യുന്നത്. അതോടൊപ്പം സഫ മർവ തവാഫ് തെറ്റായ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അതിനെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ ആയത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, വമൻ തതവ്വഅ ഖൈറൻ, ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്യുന്നുവെങ്കിൽ. ഈ വചനം നൽകുന്ന സൂചന, ഒരാൾ തൻ്റെ സൽപ്രവൃത്തികളുടെ ഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ഒരു കച്ചവടമാണ്. അള്ളാഹുവിനോട് ഇത്തരം ഒരു കച്ചവടം നല്ല കാര്യമല്ല. മറിച്ച് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന ഔദാര്യങ്ങളുടെ നന്ദി എന്ന നിലയ്ക്ക് ഇബാദത്തുകൾ ചെയ്യേണ്ടതാണ്. ഇബാദത്തിന് പകരം ഇനാം ആഗ്രഹിക്കുന്നത് താഴ്ന്ന പടിയിലുള്ള ആഗ്രഹമാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളുടെയും അവൻ്റെ തൃപ്തിയുടെയും നന്ദിയായിക്കൊണ്ട് അവൻ്റെ സന്നിധിയിൽ തൻ്റെ തല ചായ്ക്കുകയാണ് ചെയ്യേണ്ടത്. രാവും പകലും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. വമൻ തതവ്വഅ ഖൈറൻ എന്ന വചനം മനസ്സിലാക്കി തരുന്നത്, ഉംറ ഒന്നിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കും എങ്കിൽ നിങ്ങൾക്ക് അത് പ്രതിഫലത്തിന് കാരണമാകുന്നതാണ് എന്നാണ്. അതുപോലെ തന്നെ ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഹജ്ജും ഉംറയും വീണ്ടും വീണ്ടും ചെയ്യേണ്ടതാണ്. ആ പരിശുദ്ധ സ്ഥാനങ്ങളെ വീണ്ടും വീണ്ടും സന്ദർശിക്കേണ്ടതാണ്, സിയാറത്ത് ചെയ്യേണ്ടതാണ്. ഇന്നല്ലാഹ ഷാക്കിറുൻ അലീം, നിശ്ചയമായും അള്ളാഹു വിലമതിക്കുന്നവനും നന്നായി അറിയുന്നവനുമാണ്. ഈ വചനം പറയുന്നത് അള്ളാഹുവിനോട് കച്ചവടമല്ല ചെയ്യേണ്ടത്, മറിച്ച് അവനിൽ സത്യമായ തവക്കുൽ ആണ് വേണ്ടത്. നന്മകളെ നഷ്ടപ്പെടുത്തുന്നതല്ല, അവൻ നിങ്ങൾക്ക് ഉത്തമമായ പ്രതിഫലം നൽകുന്നതാണ്. അവൻ ഷാക്കിറാണ്, വിലമതിക്കുന്നവനാണ്, അലീമാണ്, നന്നായി അറിയുന്നവനാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.